ഹലോ, ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധാപൂർവം കേൾക്കണം. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ മരണത്തെ കാത്തിരിക്കുകയാണ്. അയാളിൽ ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ തീരുമാനിക്കുന്നു. അയാളുടെ വിശ്വാസങ്ങളെയും അയാളുടെ മനസ്സിന്റെ ബലവും പരീക്ഷിക്കാനുള്ള പുറപ്പാടാണ് അവരുടേത്. അവർ അയാളോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ തൂക്കിക്കൊല്ലുന്നില്ല, അതിനു പകരം നിന്നെ അതീവ മാരകശേഷിയുള്ള വിഷാംശമുള്ള ഒരു പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് കൊല്ലാൻ പോകുന്നത്. അത് അയാളെ ബോധ്യപ്പെടുത്താൻ പാമ്പുകളിൽ അതീവ പ്രഹരശേഷിയുള്ള കോബ്രയെ, രാജവെമ്പാലയെ അയാളുടെ മുന്നിൽ അവർ കാണിക്കുകയും ചെയ്തു. ആ പാമ്പിനെ കണ്ടപ്പോൾ തന്നെ അയാളുടെ ഉള്ളിൽ ഭയം ഇരച്ചു കയറി. പിന്നീട് അവർ അയാളുടെ കണ്ണുകളെ മൂടിക്കെട്ടി. അയാളുടെ കൈയുടെ ഒരു ഭാഗത്ത് പാമ്പ് കൊത്തുവാൻ സാധ്യതയുള്ള ഒരിടത്ത് നേർത്ത ഒരു സൂചി കൊണ്ട് അയാളുടെ കയ്യിൽ കുത്തി. ദൂരെ നിന്ന് ശാസ്ത്രജ്ഞന്മാരുടെ സംഘം അയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സൂചിയുടെ കുത്ത് കിട്ടിയതിനു ശേഷം തനിക്ക് പാമ്പ് കടിയേറ്റാൽ എന്ന പോലെ അയാൾ പെരുമാറാൻ തുടങ്ങി. യഥാർത്ഥ വിഷമല്ലാതിരുന്നിട്ട് കൂടി പാമ്പ് തന്നെ കടിച്ചുവെന്ന വിശ്വാസത്തിലും ഭയത്തിലും അയാൾ പതുക്കെ പതുക്കെ മരണത്തിന് കീഴടങ്ങി. ഇതിന് ഇപ്രകാരമുള്ള മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്ലസീബോ ഇഫക്റ്റ്. ബിലീവ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ക്യാൻ ബ്രിങ് അബൌട്ട് റിയൽ ഫിസിക്കൽ ഔട്ട്കംസ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസങ്ങളും പ്രതീക്ഷകളും നമ്മിൽ, നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവയാണ്. നമ്മുടെ മനസ്സ് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നുകൂടെയാണ്. രസകരമായ ചില ജീവിത പാഠങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ മനസ്സാണ് നല്ലതോ നാശകരമോ ആയ യാഥാർത്ഥ്യങ്ങളെ രൂപപ്പെടുത്താൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നത്. നന്മകൾ വരുമെന്ന് നമ്മുടെ മനസ്സിനെ നാം പറഞ്ഞു പഠിപ്പിച്ചാൽ തീർച്ചയായും നമ്മുടെ ചുറ്റും നന്മകളായിരിക്കും. നമുക്കെന്തോ വിനാശങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് നമ്മൾ തീരുമാനിച്ചാൽ, നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാൽ, ഒരുപക്ഷെ നാം നേരിടാൻ പോകുന്നത് അപകടങ്ങളും പ്രതിസന്ധികളും മാത്രമായിരിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നാണ് നസ്രായന്റെ അരുളപ്പാടുകൾ. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രതീക്ഷകളും നന്മകളെ ലാക്കാക്കിയുള്ളതാണെങ്കിൽ, എനിക്ക് ഇന്നേ ദിനം നല്ലത് മാത്രമേ സംഭവിക്കൂവെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാൽ, നാം നേരത്തെ കേട്ട പ്ലസീബോ ഇഫക്റ്റ് പോലെ നമുക്ക് ചുറ്റും നല്ലത് മാത്രം സംഭവിക്കും. എല്ലായ്പ്പോഴും നെഗറ്റിവിറ്റികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നമ്മുടെ കടങ്ങളെക്കുറിച്ച്, നമ്മുടെ പ്രയാസങ്ങളെക്കുറിച്ച്, നമ്മുടെ ദുരിതങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും തകർന്നുപോയ ബന്ധങ്ങളെക്കുറിച്ചുമാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നതെങ്കിൽ, അതുമാത്രമാണ് നമ്മുടെ ചുറ്റും സംഭവിക്കാൻ ഇടയുള്ളത്. നസ്രായൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, പിതാവിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. വിശ്വാസം അതെല്ലാം തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മോട് പറയേണ്ടത്, നമുക്ക് നല്ലതേ സംഭവിക്കൂ, മോശകരമായവയൊന്നും വരാൻ ദൈവം അനുവദിക്കുകയില്ല. സത്യത്തിൽ ഈ പ്രപഞ്ചത്തിനോ ഇവിടുത്തെ ജീവജാലങ്ങൾക്കോ നമ്മുടെ സൃഷ്ടാവ് എന്ന് നാം പറയുന്ന ദൈവത്തിനോ നമ്മിൽ ആർക്കും തിന്മകൾ വരുത്തണമെന്ന ആഗ്രഹമില്ല. പലതും നമ്മൾ ചിന്തിച്ചു കൂട്ടി നമ്മുടെ തന്നെ നാശത്തിനും വിനാശത്തിനും കാരണമാക്കി തീർക്കുന്നവയാണ്. ഈ കഥ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. Our thoughts, beliefs and perceptions have a profound impact on our well-being. നമ്മുടെ ചിന്തകളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും അവയ്ക്ക് നമ്മുടെ ജീവിതത്തെ സുഖകരമായും സുന്ദരമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ വ്യക്തമായ സ്വാധീനമുണ്ട്. തീർച്ചയാണ്, മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകൾ തീർച്ചയായും യാഥാർത്ഥ്യങ്ങളായി പരിണമിക്കും. നല്ല ചിന്തകൾ മനസ്സിൽ നിന്ന് രൂപപ്പെടട്ടെ. നല്ല ചുറ്റുപാടുകളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലായ്പ്പോഴും നന്മയെക്കുറിച്ച് ചിന്തിക്കാം. പോസിറ്റിവിറ്റി എപ്പോഴും ഹൃദയത്തിൽ നിന്ന് നമുക്ക് പുറപ്പെടുവിക്കാം. നമുക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി കൂടെയുണ്ട്, കൂട്ടിനുണ്ട്. പിന്നെ എൻ്റെ പ്രാർത്ഥനയും.